ആയില്യം പൂജ. ആയില്യം പൂജ എന്നുള്ള സർപ്പപൂജ എന്നുള്ളതാണ് ശരി. സർപ്പത്തിന് വേണ്ടി ചെയ്യുന്ന പൂജയാണ് ആയില്യം ദിവസം ചെയ്യുന്നതേ ഉള്ളൂ. പലരും വിചാരിക്കുന്ന പോലെ ഇഴഞ്ഞു നടക്കുന്ന പാമ്പോ മൂർഖനോ അണലിയോ അതൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിന്റെ മൂല ചൈതന്യമായിട്ട് ഒരു ആത്മീയ ശക്തിയെ യോഗാചാര്യന്മാര് പഴയ കാലത്ത് സങ്കല്പത്തിൽ പറയുന്നുണ്ട്. അതിനെ പ്രപഞ്ച കുണ്ടലിനി എന്ന് പറയും. ആ പ്രപഞ്ച കുണ്ടലിനിയെ ഒരു മഹാസർപ്പത്തിന്റെ ആകൃതിയിലാണ് അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ആദിശേഷൻ അഥവാ അനന്തൻ എന്ന ഒരു പ്രത്യേക വിശേഷണം അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാഗരാജാവായിട്ട് കണക്കാക്കുന്നത് ശിവന്റെ കഴുത്തിൽ കുടികൊള്ളുന്ന വാസുകി എന്ന നാഗമാണ്. ശിവൻ തന്നെയാണ് വാസുകി അഥവാ നാഗരാജാവ്. നാഗയക്ഷി എന്ന് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പാർവതി തന്നെയാണ്. സർപ്പക്കാവുകളിലെ നാഗരാജാവിന്റെ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം പൂർണ്ണമായിട്ടും ശിവനാണ്. നാഗയക്ഷി വിഗ്രഹത്തിൽ കുടികൊള്ളുന്നത് പരാശക്തി സ്വരൂപിണിയായ പാർവതിയാണ്. മണിനാഗയക്ഷി എന്ന മറ്റൊരു സങ്കല്പമുണ്ട്, അത് ശരിക്കും നാഗലക്ഷ്മിയാണ്. ഈ 3 ദേവതാഭാവങ്ങളെയും പരിപൂർണ ചൈതന്യ നിലയിലേക്ക് എത്തുന്നത് ആയില്യം നക്ഷത്ര ദിവസമാണ്. നാഗരൂപത്തിലുള്ള ശിവപാർവതിമാർക്കും നാഗലക്ഷ്മിയായ മഹാദേവിക്കും പൂർണ്ണ ചൈതന്യം നമ്മിലേക്ക് ചൊരിയാൻ കഴിയുന്ന മുഹൂർത്തമാണ്. അതുകൊണ്ട് ആയില്യ ദിവസം സർപ്പപൂജ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്.